ഗോസ്പൽസിൽ നമ്മൾ പലതവണ വായിക്കുന്നുണ്ട് ഈശോ വിജന പ്രദേശത്തേക്ക് പോയി, മലമുകളിലേക്ക് പോയി എന്നൊക്കെ. ഈശോ പോയത് പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. പക്ഷേ ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ ലോർഡ്സ് പ്രെയർ കാണാണ്. ലോർഡ്സ് പ്രെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ തെറ്റിദ്ധരിക്കുന്നത് ഈശോയുടെ സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥനയാണ്. അത് ഈശോയുടെ പ്രാർത്ഥനയല്ല, അത് ഈശോ മോഡലായിട്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പ്രാർത്ഥനയാണ്, ഒരു മോഡൽ പ്രെയർ കൊടുക്കുകയാണത്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്, അപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നത്. മരണത്തിന് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും, നമ്മൾ അത്ഭുതപ്പെടും. കാരണം ഇവിടെ ഒരു സങ്കടം നമ്മൾ കാണുന്നില്ല, നിരാശ കാണുന്നില്ല. ഈശോ വളരെ ഹാപ്പി ആയിട്ട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈശോ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ വൺനെസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ കാക്കണമെന്നൊക്കെ പറഞ്ഞ് ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കാര്യമേ പറയുന്നില്ല അപ്പനോട്. ഈശോ മുഴുവൻ പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നെ ഏൽപ്പിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതാണ് പ്രാർത്ഥന, ഇതാണ് ഹാപ്പിനെസ് എന്ന് പറയാം. ഒരു ക്ലാസ്സിലെ ടീച്ചർ കുറേ അധികം ബലൂൺ കൊണ്ടുവന്നു. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് ആ ബലൂണിൽ എഴുതുക. കുട്ടികൾ അവരുടെ പേരുകൾ എഴുതി കഴിയുമ്പോൾ ടീച്ചർ ആ ബലൂണെല്ലാം കളക്ട് ചെയ്ത് അടുത്തൊരു മുറി കൊണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, 5 മിനിറ്റ് തരാം, നിങ്ങളുടെ പേരെഴുതിയ ബലൂൺ കണ്ടുപിടിക്കുക. ഒരു മത്സരം. കുട്ടികൾ ഓടിച്ചാടി കയറി, പിന്നെ ബഹളമായി, അടിപിടിയായി, ചില കുട്ടികളൊക്കെ താഴെ വീണു. 5 മിനിറ്റായിട്ട് ആർക്കും അവരവരുടെ പേരെഴുതിയ ബലൂൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നെക്സ്റ്റ് ഗെയിം ഇങ്ങനെയാണ്, നിങ്ങളിനി കിട്ടുന്ന ബലൂൺ എടുത്തിട്ട് അതിനകത്ത് ആരുടെ പേരാണ് ആ പേര് നിങ്ങൾ ഉച്ചത്തിൽ വിളിക്കുക, എന്നിട്ട് അയാൾക്ക് കൈമാറുക. 2-3 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും അവരവരുടെ പേരുകൾ എഴുതിയ ബലൂൺ സ്വന്തമായി. എത്ര കാമായിട്ട കാര്യങ്ങൾ നടന്നേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ എല്ലാവരെക്കാളും കൂടുതൽ നമ്മൾ ഹാപ്പിയാവും.